ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പ്രായമായ ആൾക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചെയറിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വ്യായാമങ്ങളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, നിങ്ങൾക്കൊരു 20 മിനിറ്റ് ഈ വ്യായാമങ്ങൾ വീട്ടിൽ ഫോളോ ചെയ്യാം. ഫുൾ ബോഡി വർക്കൗട്ടാണ്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് ഈ ഹാർഡായിട്ടുള്ള എക്സസൈസുകളൊന്നും തന്നെ ചെയ്യാൻ പറ്റാറില്ല. ഈവൻ ഇപ്പോൾ നിന്നുകൊണ്ട് കിടന്നുകൊണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ്. നിങ്ങൾ എക്സസൈസുകൾ മുഴുവനായിട്ട് കണ്ട് ഇത് ഫോളോ ചെയ്യുക. അപ്പം നമ്മൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കൊരു വാമപ്പ് ആവശ്യമാണ്. അതുകൊണ്ട് നമ്മൾ വാമപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നെക്ക് റൊട്ടേഷനാണ് നമ്മുടെ ഫസ്റ്റ് വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു വ്യായാമമാണ്. അപ്പം ഇതേ കണക്ക് നിങ്ങൾക്ക് ചെയ്യാം. ഒരു സൈഡിലോട്ട് കൊണ്ടുവന്ന് ഇങ്ങനെ ചെയ്യാം. ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ആവർത്തിക്കുക. ഒരു സൈഡിലോട്ട് 5 പ്രാവശ്യം, അടുത്ത സൈഡിലോട്ട് 5 പ്രാവശ്യം, അങ്ങനെ 10 പ്രാവശ്യമാണ് നമ്മൾ ഈ ഒരു വ്യായാമം ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒരു വാമപ്പാണ്. നമ്മൾ എക്സസൈസുകൾ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നമ്മുടെ ശരീരത്തെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് ഒരു വാമപ്പ് വഴി. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ആദ്യം ചെയ്യാം. നെക്ക് റൊട്ടേഷൻ ചെയ്യാം വാമപ്പായിട്ട്. രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ വാമപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ കണക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കൈ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പ് ഡൗൺ, അപ്പ് ഡൗൺ. ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. വെരി ഗുഡ്. ഇതേ കണക്ക് 10 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു ഇതേപോലുള്ള ഒരു ടീപ്പോയിൽ ഇരുന്നുകൊണ്ടാണ് ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നത്. പ്ലാസ്റ്റിക്കിൻ്റെ ടീപ്പോയാണ്. നിങ്ങൾക്ക് നല്ല ബലമുള്ള കസേര ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഒരു ടീപ്പോയാലും കുഴപ്പമില്ല. അപ്പം മൂന്നാമത്തെ നമ്മുടെ വാമപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഷോൾഡറിനെ ഒന്ന് അനക്കുകയാണ്. ഷോൾഡറിനെ വേണ്ടിയിട്ട് വാമപ്പ് ചെയ്യുകയാണ്. ഷോൾഡർ ഷ്രഗ് എന്ന് പറയുന്ന ഒരു വ്യായാമമാണിത്. ഇതേപോലെ നിങ്ങളുടെ കൈ ഒന്ന് ഫ്രീ ആയിട്ട് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് മുകളിലോട്ട് ഇതേപോലെ കൊണ്ടുപോകാം, താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, നിങ്ങളുടെ ഷോൾഡറിന് ഒരു ആക്ടിവേഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യായാമമാണ്. നിങ്ങൾക്ക് 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യാവുന്നതാണ്. അപ്പം അടുത്തതായിട്ട് നമ്മുടെ നാലാമത്തെ വാമപ്പിലോട്ട് പോകാം. നാലാമത്തെ വാമപ്പ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാനീ ചെയ്യുന്നത് പോലെ ഓരോ കൈകളായിട്ട് അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാൻ അല്പം ഫാസ്റ്റിൽ ചെയ്തോളൂ. ഓക്കെ, നിങ്ങളുടെ ഷോൾഡർ മൊബിലിറ്റിക്കൊക്കെ വളരെ നല്ല ഒരു എക്സസൈസാണിത്. നിങ്ങൾക്ക് ഇതേപോലെ ഒരു 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. ഓക്കെ, ഓരോ കയ്യിലും 5 പ്രാവശ്യം വെച്ച് നിങ്ങൾ എണ്ണിക്കൊണ്ട് ചെയ്യുക. 10 പ്രാവശ്യം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് 20 മിനിറ്റ് കൊണ്ട് ഈ വ്യായാമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നല്ല റിസൾട്ടും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈകൾ ഇതേപോലെ ഷോൾഡറിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ നമുക്ക് റൊട്ടേഷൻ ചെയ്യാം. ഒരു സൈഡിൽ നമുക്ക് ഒരു 5 പ്രാവശ്യം ചെയ്യാം ഇതേപോലെ. ഓക്കെ, 5 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ തിരിച്ചുള്ള പൊസിഷനിൽ ഒരു 5 പ്രാവശ്യം ചെയ്യുക. ഇതേപോലെ ആവട്ടെ. അപ്പം ഇതും കൂടെ ആകുമ്പോൾ നമ്മുടെ വാമപ്പ് ഏകദേശമൊക്കെ കഴിയാറാവുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം കൈകൾ ഇതേപോലെ ക്രോസായിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഞാൻ ഈ ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൈകൾ ഒരു ക്രോസായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യിപ്പിക്കാം. ഓക്കെ, അപ്പം ഇത്ര മാത്രമാണ് നമ്മുടെ വാമപ്പ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. ഞാൻ ഈ ഇരിക്കുന്ന പോലെ നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടതിന് ശേഷം നിങ്ങൾ കൈകൾ അപ്പ് ചെയ്യുക. അതിനുശേഷം പതുക്കെ സാവധാനത്തിൽ താഴോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ ഒരു കാൽപാദങ്ങളിൽ, നിങ്ങളുടെ കാലിൻ്റെ വിരലുകളിൽ തൊടുക. 3, 4. ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ട വർക്കൗട്ട്. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 പ്രാവശ്യമാണ്. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ആ ഒരു നടുക്ക് ഭാഗം, നിങ്ങളുടെ ഒരു സ്പൈനൊക്കെ നല്ല ഒരു ഫ്ലെക്സിബിലിറ്റി, മൊബിലിറ്റി ഒക്കെ കിട്ടാൻ സഹായിക്കുന്ന ഒരു നല്ല എക്സസൈസാണിത്. നിങ്ങൾ 10 പ്രാവശ്യം കണ്ടിന്യൂ ആയിട്ട് ഈ ഒരു വ്യായാമം ചെയ്യുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഫുൾ ബോഡി വർക്കൗട്ടാണ് ഈ 20 മിനിറ്റ് കൊണ്ട് ചെയ്ത് തീർക്കുന്നത്. വളരെ ലഘുവായിട്ടുള്ള വ്യായാമങ്ങളാണ്. നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ ഒരു വർക്കൗട്ടുകളുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു 3 തൊട്ട് 5 സെക്കൻഡ് വരെ നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാവുന്നതാണ്. നിങ്ങൾ ഒന്ന് റിലാക്സ് ആവുക, ഒന്ന് ഫ്രീ ആവുക, ടെൻഷനൊക്കെ നിങ്ങൾ മാറ്റി വെക്കുക. വീണ്ടും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 എന്ന് പറഞ്ഞിട്ട് 1, 2, 3, 4. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം കൂടെ ചെയ്യുക. അപ്പം നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ടാണിത്. നമ്മൾ 2 പ്രാവശ്യം ചെയ്തു. 10 തവണ വെച്ചിട്ട് 10 എണ്ണം വെച്ചിട്ട് നമ്മൾ 2 പ്രാവശ്യമാണ് ഈ വർക്കൗട്ട് ചെയ്തത്.
വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ആ ഒരു ബോഡി ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കുന്ന വ്യായാമങ്ങൾ കൂടിയാണ്. ഇതിനകത്ത് തന്നെ ഞാൻ സ്ട്രെങ്ത് വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൊണ്ട് മസിൽ സ്ട്രെങ്തനിങ്ങിനും ആ വർക്കൗട്ടുകൾ സഹായിക്കും. അപ്പം ഇതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ എക്സസൈസ്. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാവുന്നതാണ്. ഓരോ വർക്കൗട്ടിന് ശേഷവും നിങ്ങൾ 4 തൊട്ട് 5 സെക്കൻഡ് വരെ റെസ്റ്റ് ചെയ്യുക. അപ്പോൾ സെക്കൻഡ് വർക്കൗട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് കൈകൾ അപ്പ് ചെയ്യാം. അതിനുശേഷം ഞാനീ ചെയ്യുന്നത് പോലെ നിങ്ങളുടെ ഒരു കാല് പതുക്കെ ഉയർത്തുന്നതിനോടൊപ്പം നിങ്ങളുടെ കൈകൾ ഇതേപോലെ താഴോട്ട് കൊണ്ടുവന്ന് നിങ്ങളുടെ കാലിൽ തൊടാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇതേപോലെ ഓക്കെ, കൺട്രോൾ ചെയ്ത് നിങ്ങൾ ചെയ്താൽ മതിയാവും. ഈ ഒരു വ്യായാമം ചെയ്യുന്ന വഴി നിങ്ങളുടെ ഷോൾഡർ മസിലും അതേപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ഹിപ്പ് ഭാഗം, ആബ്സ് ഭാഗമെല്ലാം നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. ഇതേപോലെ നിങ്ങൾ ഒരു കാലിൽ 10 പ്രാവശ്യം ചെയ്യുക. അതിനുശേഷം അടുത്ത കാലിലും നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. 10 പ്രാവശ്യം വെച്ചാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സിമ്പിളാണ്. കമോൺ. ഒരേ സമയം തന്നെ ഒരു ഫുൾ ബോഡി മൂവ്മെൻറ്റ്സ് ആണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഓരോ കാലിലും 10 പ്രാവശ്യം വെച്ച് ചെയ്തിട്ടുണ്ട്. റിലാക്സ് ചെയ്യാം. 5 സെക്കൻഡ് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും വർക്കൗട്ട് ആവർത്തിക്കുകയാണ്. 1 2 3 4 5 6 7 8 9 10 ഇതേപോലെ ചെയ്യാം. അതിനുശേഷം നിങ്ങൾ വീണ്ടും അടുത്ത സൈഡിൽ വീണ്ടും നിങ്ങൾ 10 പ്രാവശ്യം ചെയ്യുക. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3-4 ദിവസം ഈ വർക്കൗട്ടുകൾ ഫോളോ ചെയ്യാവുന്നതാണ്. ദിവസവും ഒരു 4 ദിവസം. ഇപ്പോൾ നമ്മൾ തിങ്കൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബുധൻ ചെയ്യുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് വ്യാഴം ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ശനിയോ ഞായറോ ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ചെയ്താൽ മതിയാവും. നിങ്ങൾ ദിവസവും ചെയ്യണമെന്നും ഇല്ല. റിലാക്സ്. ആ ഒരു വർക്കൗട്ടും നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് വീണ്ടും ഒരു റെസ്റ്റ്, നമുക്കൊന്ന് റിലാക്സ് ചെയ്യാം. നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് നമ്മളൊരു സ്ട്രെങ്തൻ വർക്കൗട്ടാണ് ചെയ്യുന്നത്. നമ്മൾ ആംസിന് വേണ്ടിയിട്ട്, നമ്മുടെ ട്രൈസെപ്സിനൊക്കെ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വ്യായാമമാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടീപ്പോയിൽ കൈകൾ കുത്തിക്കൊണ്ട് നിങ്ങളുടെ കാല് ഞാനീ വെച്ചിരിക്കുന്ന കണക്ക് തന്നെ തറയിൽ ഇത് കണക്കൊന്ന് കുത്തിക്കൊണ്ട് ഈ ഒരു രീതിയിൽ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഡൗൺ ആൻഡ് അപ്പ്. ഓക്കെ, ഇതേപോലെ നിങ്ങളുടെ എൽബോ ഒന്നും വളഞ്ഞു പോകരുത്. ഇങ്ങനെ താഴോട്ട് ഇരിക്കുന്ന സമയത്ത് ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ട്രൈസെപ്സിനെയൊക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കുന്ന നല്ല ഒരു വ്യായാമമാണ്. നിങ്ങളുടെ കോർ സ്ട്രെങ്തനിങ്ങിനും ഈ ഒരു എക്സസൈസ് സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യുക. വീണ്ടും നിങ്ങൾ ഒരു 3 to 5 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. റിലാക്സ്. വീണ്ടും നമുക്ക് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. കൈകൾ ഇതേപോലെ കുത്തുക. അതിനുശേഷം കാലുകൾ ഈ ഒരു ലെവലിലോട്ട് കൊണ്ടുവന്നതിന് ശേഷം ഇതേപോലെ നിങ്ങൾ ഈ ഒരു വർക്കൗട്ട് ചെയ്യുക. 2 3 4 5 6 7 8 9 10. ഓക്കെ, നിങ്ങൾ 2 പ്രാവശ്യം ഈ ഒരു വ്യായാമം ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള ഒരു വർക്കൗട്ട് രീതി കൂടെ ഞാനെടുത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളുടെ മസിൽസിനെയൊക്കെ സ്ട്രെങ്തൻ ചെയ്യിപ്പിക്കാനായിട്ട്. അപ്പം നമുക്ക് അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം കാല് ഇതേപോലെ ഉയർത്താവുന്നതാണ്. 2 3 ഇത് നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ടുള്ള വ്യായാമമാണ്. 4 5 6 7 8 9 10. ഓക്കെ, ഇങ്ങനെ നമ്മൾ 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം നമ്മൾ അടുത്ത കാലിൽ ഇതേപോലെ 10 പ്രാവശ്യം ചെയ്യേണ്ടതാണ്. നൈസ്. ഇതേപോലെ കാലുകൾ ഒന്ന് ഉയർത്തി ചെറുതായിട്ടൊന്ന് ഹോൾഡ് ചെയ്ത് വീണ്ടും പഴയ പൊസിഷനിലോട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാം. നിങ്ങളുടെ കാലുകൾ മാത്രമല്ല, നിങ്ങളുടെ കോർ മസിൽ, നിങ്ങളുടെ ആബ്സിൻ്റെ മസിൽസിനും വളരെ നല്ല ഒരു എക്സസൈസാണിത്. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം നിങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക.
ഒരുപാട് ഫാസ്റ്റായിട്ടോ അങ്ങനെയൊന്നും നിങ്ങൾ ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല. ഞാൻ ഈ വീഡിയോയിൽ ഏത് രീതിയിലാണോ ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് ഫാസ്റ്റായിട്ടുള്ള മൂവ്മെൻറ്റ്സുകളൊന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമ്മൾ 2 കാലിലും 10 പ്രാവശ്യം ചെയ്തു. അതിനുശേഷം ഒന്ന് റിലാക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വീണ്ടും അതേപോലെ തന്നെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 10 പ്രാവശ്യം വെച്ച് ഓരോ കാലിലും നമ്മൾ വീണ്ടും ചെയ്യണം. നമ്മുടെ കാലുകളുടെയൊക്കെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു എക്സസൈസാണിത്. കാലിലോട്ടുള്ള ബ്ലഡ് ഫ്ലോ ഒക്കെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അതേപോലെ തന്നെ നിങ്ങളുടെ കാൽമുട്ടുകൾക്കൊക്കെ സ്ട്രെങ്തൻ തരാൻ, ഒരു ബലം തരാൻ സഹായിക്കുന്ന വ്യായാമം കൂടിയാണ്. അപ്പോൾ ആ ഒരു കാലിൽ നമ്മൾ 10 പ്രാവശ്യം ചെയ്തു. നെക്സ്റ്റ് നമ്മൾ അടുത്ത കാലിലും ഒരു 10 പ്രാവശ്യം ചെയ്യുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എൻ്റെ ഒപ്പം തന്നെ ഈ വർക്കൗട്ടുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് 1-2 വട്ടം ഈ വീഡിയോ കണ്ട് കറക്റ്റായിട്ടുള്ള രീതി പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് തനിയെ അല്ലാതെ തന്നെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വർക്കൗട്ട് നമ്മൾ ഫിനിഷ് ചെയ്തിരിക്കുകയാണ്. വീണ്ടും നമുക്ക് അടുത്ത വ്യായാമത്തിലോട്ട് പോവാം. നമ്മുടെ കാലുകൾ ഒരു അല്പം അകത്തി വെക്കുക. അതാ ഈ ഒരു ലെവലിൽ ഞാൻ വെച്ചിരിക്കുന്ന പോലെ. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾ മുകളിലോട്ട് ഉയർത്തുക. ചേർത്ത് പിടിക്കുക കൈകൾ. ഓക്കെ. അതിനുശേഷം താഴോട്ട് വന്നിട്ട് ബാക്കിലോട്ട് കൊണ്ടുപോവുക. ഇതേപോലെ ബാക്കിലോട്ട് കൊണ്ടുപോവുക. മാക്സിമം ബാക്കിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. 2, 3, 4. നൈസ്. 6. ഇതേപോലെ നിങ്ങൾ ഒരു 10 പ്രാവശ്യം ചെയ്യുക. ഈ ഒരു വർക്കൗട്ട് നിങ്ങളുടെ ഷോൾഡർ മസിൽ, നിങ്ങളുടെ കോർ മസിൽ, നിങ്ങളുടെ ലോവർ ബാക്കിനെയൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു വ്യായാമമാണ്. 10 പ്രാവശ്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. വർക്കൗട്ടുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ ആസ്വദിച്ച് ചെയ്യുക. നിങ്ങളുടെ മസിൽസിലോട്ടൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ട് വളരെ എൻജോയ് ചെയ്തുകൊണ്ട് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. നമുക്ക് അതിനുശേഷം ഒരു റിലാക്സിലോട്ട് പോവാം. ഒരു 3 to 5 സെക്കൻഡ് നിങ്ങൾ റിലാക്സ് ചെയ്യുക. നൈസ്. വീണ്ടും നമുക്ക് അതേ വർക്കൗട്ട് തന്നെ ആവർത്തിക്കാവുന്നതാണ്. 10 പ്രാവശ്യം ചെയ്യാവുന്നതാണ്. 1, അപ്പ്, 2, 3, 4. നമുക്കെല്ലാവർക്കും അറിയാം, പ്രായമായി വരുന്തോറും നമ്മുടെ മസിൽസിൻ്റെയൊക്കെ ആ ഒരു ശക്തിയൊക്കെ പതുക്കെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്കറിയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ എല്ലുകളുടെയൊക്കെ ആരോഗ്യം കുറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഈ വ്യായാമ മുറകൾ നിങ്ങൾക്ക് വീട്ടിൽ പരിശീലിച്ചുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ 10 പ്രാവശ്യം ഈ ഒരു വ്യായാമം ചെയ്യുക. വെരി ഗുഡ്. മാക്സിമം നമ്മൾ ബോഡിയെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ പ്രായമായി വരുന്തോറും നമ്മൾ മാക്സിമം ബോഡിയെ മൂവ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രമിക്കുക. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് പോവാം. നിങ്ങൾക്ക് ഇതേപോലെ ഇരിക്കാം. നിങ്ങളുടെ മനസ്സിലെ ടെൻഷനൊക്കെ കളഞ്ഞിട്ട് നമ്മൾ വ്യായാമത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. വെറും 20 മിനിറ്റ് മാത്രമാണ്. നിങ്ങൾക്ക് ഇതേപോലെ എഴുന്നേക്കാം. സാവധാനത്തിൽ ആ ഒരു ടീപ്പോയിലോട്ടോ കസേരയിലോട്ടോ നിങ്ങൾക്ക് ഇരിക്കാവുന്നതാണ്. 3, 4. നൈസ്. 5. നല്ല ഒരു ലോവർ ബോഡി എക്സസൈസാണിത്. സ്ക്വാട്ട് എന്ന് പറയുന്ന ഒരു വ്യായാമമാണ്. നിങ്ങളുടെ കാലുകൾക്ക് ഫുൾ സ്ട്രെങ്ത് തരാൻ സഹായിക്കുന്ന, നിങ്ങളുടെ കാലുകളുടെ ഫുൾ മസിൽസിനെയും ആക്ടിവേഷനാക്കാൻ സഹായിക്കുന്ന ഒരു നല്ല വ്യായാമമാണ്. നിങ്ങൾക്ക് 10 പ്രാവശ്യം ഇതേപോലെ ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ റിലാക്സ് ചെയ്യുക. 3 to 5 സെക്കൻഡ് റിലാക്സ്. ഓക്കെ, വീണ്ടും നമുക്ക് ആവർത്തിക്കാം. 1, 2, കൺട്രോൾ, 3, 4. നൈസ്. 5, 6, 7, 8, 9, 10. ഓക്കെ, അപ്പോൾ നമ്മൾ 10 പ്രാവശ്യം വെച്ചിട്ട് 2 സെറ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ കാലുകൾക്ക് വേണ്ടിയിട്ട്. വീണ്ടും നമ്മൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകുന്നു. അടുത്ത വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് കാലുകൾ ഇതേപോലെ ഒന്ന് അകത്തി വെക്കാം, വൈഡായിട്ട് വെക്കാം. അതിനുശേഷം നിങ്ങൾ കൈകൾ
ഞാൻ ഈ വെക്കുന്ന പോലെ അപ്പ് ചെയ്ത് ചേർത്ത് പിടിക്കുക. അതിനുശേഷം പതുക്കെ സൈഡിലോട്ട് വന്ന് ഇതേപോലെ കാലുകളിൽ തൊടുക. 1 2 വെരി നൈസ് 3 4 5 6 7 8. അപ്പോൾ നിങ്ങൾ ഇതേപോലെ 10 പ്രാവശ്യം ചെയ്യുക. നല്ല ഒരു മൊബിലിറ്റി ഫ്ലെക്സിബിലിറ്റി വർക്കൗട്ടാണിത്. 10 പ്രാവശ്യം ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് റിലാക്സ് ചെയ്യാം. ഓരോ വർക്കൗട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഒരു 5 സെക്കൻഡെങ്കിലും റിലാക്സ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വെള്ളം കുടിക്കുക. നിങ്ങൾ ക്ഷീണിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദാഹിക്കുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ വ്യായാമം ചെയ്യുക. വീണ്ടും നമുക്ക് ആ ഒരു വർക്കൗട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. വെരി ഗുഡ്. ഇതേപോലെ കറങ്ങി സ്ട്രെച്ച് ചെയ്യുക. മാക്സിമം ഇതേപോലെ നമ്മുടെ ലോവർ ബാക്കൊക്കെ നല്ല രീതിയിൽ ആക്ടിവേഷൻ ആവുന്നതായിരിക്കും. ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ഥലമോ അതിനുള്ള മറ്റുള്ള എക്യുപ്മെൻറ്റ്സുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങളുടെ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം, പുറത്തോ അകത്തോ എവിടെയെങ്കിലും നമുക്കൊരു കസേര ഇടാനുള്ള ഒരു സ്പേസ് മാത്രം നമുക്ക് മതിയാവും. ഓക്കെ, നമ്മുടെ നെക്സ്റ്റ് വർക്കൗട്ടിലോട്ട് നമുക്ക് കിടക്കാം. സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക ഇതേപോലെ. അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ കാലുകൾ ഉയർത്തി നമ്മൾ സൈക്ലിംഗ് എങ്ങനെയാണോ ചെയ്യുന്നത്, നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത് എങ്ങനെയാണോ അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാവുന്നതാണ്. വെരി ഗുഡ്. നല്ല ഒരു മൂവ്മെൻറ്റാണിത്. നിങ്ങളുടെ കാലുകൾക്കും അതേപോലെ നിങ്ങളുടെ കോർ മസിൽസിന്, നിങ്ങളുടെ വയറിൻ്റെ മസിൽസിനുമൊക്കെ നല്ല ശക്തി തരാൻ സഹായിക്കുന്ന ഒരു എക്സസൈസാണ്. അപ്പോൾ നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എണ്ണിക്കൊണ്ട് ചെയ്യുക. 20 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഒരു കാല് ഉയർത്തി 1, അടുത്ത കാല് 2, വീണ്ടും അങ്ങനെ നിങ്ങൾ 20 പ്രാവശ്യം ചെയ്യുക. വീണ്ടും നിങ്ങൾ റിലാക്സ് ആവാം. വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കണ്ടല്ലോ. അങ്ങനെ 20 പ്രാവശ്യം നമ്മൾ 2 സെറ്റ് ചെയ്ത് കഴിഞ്ഞു. വീണ്ടും റിലാക്സ് ചെയ്യുക. 3 to 5 സെക്കൻഡ് റിലാക്സ്. അടുത്ത വർക്കൗട്ടിലോട്ട് പോകാം. കൈകൾ നിങ്ങളുടെ തലയുടെ ഭാഗത്തായിട്ട് ഇതേപോലെ ഹോൾഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ കാലുകൾ 2 3 4 5 6 7 8 9 10. ഓക്കെ, 10 പ്രാവശ്യം നിങ്ങൾക്ക് ഇതേപോലെ ചെയ്യാം. റിലാക്സ് ചെയ്യുക. ഇത് നമ്മുടെ കാലുകൾക്കും അതിനൊക്കെ തന്നെ നമ്മുടെ ഹിപ്പ് ഭാഗം ഒക്കെ ആക്ടിവേഷൻ ആക്കാൻ സഹായിക്കും. നമ്മുടെ കോർ മസിലിനെ ബലപ്പെടുത്തും. വീണ്ടും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1 2. നിങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ കൗണ്ട് ചെയ്തുകൊണ്ട്, കറക്റ്റായിട്ട് കൗണ്ട് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഒരുപാട് നമ്പറുകളൊന്നും തന്നെ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നമ്മുടെ ബോഡിക്ക് വേണ്ടുന്ന, നമ്മുടെ ഫുൾ ബോഡിക്ക് വേണ്ടുന്ന കുറച്ച് വ്യായാമങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. റിലാക്സ് ചെയ്യാം. വീണ്ടും നമുക്ക് അടുത്ത വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ആയിട്ടിരിക്കാം. കൈകൾ അപ്പ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ അപ്പ് ചെയ്യുക. നൈസ്. 1 2 3 4 5. ഒരേ സമയം തന്നെ നമ്മുടെ ഷോൾഡർ മസിൽ ആക്ടിവേഷൻ ആവുന്നുണ്ട്, നമ്മുടെ കൈകൾ വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ആപ്സിൻ്റെ മസിൽസ് വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാലുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. നല്ല ഒരു എക്സസൈസാണിത്.
10 പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതിയാവും. ഓരോ കാലിലും 5 പ്രാവശ്യം വെച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾ ചെയ്ത് ഒരു അല്പം എക്സ്പീരിയൻസൊക്കെ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റാമിനയൊക്കെ വർദ്ധിക്കുന്ന സമയം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റഫ്സുകൾ കൂട്ടി ചെയ്യാവുന്നതാണ്. വീണ്ടും നമുക്ക് ഈ ഒരു വർക്കൗട്ട് ആവർത്തിക്കാം. 3, 4, 5, 6, 7, 8, 9, 10. നൈസ്. റിലാക്സ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫൈനൽ വർക്കൗട്ടിലോട്ട് നമുക്ക് കിടക്കാവുന്നതാണ്. ഈ ഒരു വർക്കൗട്ട് കഴിയുമ്പോൾ ഫിനിഷ് ചെയ്യാൻ നമുക്ക് കൈകൾ ചേർത്ത് പിടിക്കുക. അതിനുശേഷം നല്ല ബലമെടുത്തിട്ട് 1, 2, 3, 4, 5 ഇതേപോലെ നിങ്ങൾ ട്വിസ്റ്റ് ചെയ്യുക. സൈഡിലോട്ട് ഒരു 10 പ്രാവശ്യം ഇങ്ങനെ ചെയ്യുക. നിങ്ങളുടെ ഹിപ്പ് മസിൽസിനൊക്കെ വളരെ നല്ല ഒരു എക്സസൈസാണിത്. കൈകൾ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ. 10 പ്രാവശ്യം നിങ്ങൾ ചെയ്തതിന് ശേഷം റിലാക്സ്. വീണ്ടും നമുക്ക് 10 പ്രാവശ്യം കൂടെ ഈ ഒരു വർക്കൗട്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, നൈസ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ ഫുൾ ബോഡി 20 മിനിറ്റ് വർക്കൗട്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.